അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അവസരങ്ങളെ കുറിച്ചിട്ടാണ്. ജർമ്മനി ആണെങ്കിൽ തന്നെ സ്കിൽഡ് വർക്കേഴ്സിന് അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ ഭയങ്കര ലഘൂകരിക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വേറൊരു വശത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ജർമ്മനീനെ വിട്ടിട്ട് ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ജർമ്മനീനെ വിട്ടിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ റീസെൻ്റ്ലി നാട്ടിൽ പോയിട്ട് വന്നിരുന്നു. ഞാൻ നാട്ടിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോഡ് സൈഡിലായിട്ട് ഒരുപാട് ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ കാണാനിടയായി. അത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഏജൻസിയുടെ ആണ്. അതിൻ്റെ അകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയിൽ നിങ്ങളെ കാത്തിരിക്കുന്ന അവസരങ്ങളെ കുറിച്ചിട്ടാണ്. ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ പറയുമ്പോഴും ജർമ്മനി ആണെങ്കിൽ തന്നെ സ്കിൽഡ് വർക്കേഴ്സിന് അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള പ്രോസസ്സിങ് കാര്യങ്ങൾ ഭയങ്കര ലഘൂകരിക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വേറൊരു വശത്തിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ജർമ്മനീനെ വിട്ടിട്ട് ആളുകൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ജർമ്മനിയിൽ ജീവിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാതെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മനിയെ വിട്ടിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആളുകൾ വരാനുള്ള ഒരു ശ്രമം ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ ജർമ്മനിയെ വിട്ടിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനത് ചിന്തിച്ചു. അത് ചിന്തിച്ചു കഴിഞ്ഞ സമയത്താണ്, ഞാനിങ്ങനെ അന്വേഷിച്ച സമയത്താണ് ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോബ് ഹണ്ട് സ്ട്രഗിളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നേഴ്സസിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ ഞാൻ പറയണേ. നേഴ്സസിന് ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ലാത്ത പ്രൊഫഷണൽസിൽ ഇപ്പോൾ IT പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, അങ്ങനത്തെ ആളുകളൊക്കെ ബാക്കി ഉള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജർമ്മനി എന്ന് പറയുന്ന കൺട്രി ഫോറിൻ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഓരോ കമ്പനീസും അതിൻ്റെ ആളുകളും ഒക്കെ ഫോറിൻ സ്പെഷ്യലിസ്റ്റിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിളാണ് കൊണ്ടുവരുന്നത് ഈ വരുന്ന ആളുകൾക്ക്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇത്രയും അവർ എക്സ്പെൻസ് ഇത്രയും വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് ജോലി കിട്ടാതിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ നാട്ടിൽ നിന്ന് ഈ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് പോകുന്നുണ്ട്. അതുപോലെ ഇൻ കേസ് ജോലി കിട്ടിയെന്ന് വെക്കട്ടെ, ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ജോലി പെട്ടെന്ന് പോവുകയാണ് ആളുകൾക്ക്. അങ്ങനെ മാത്രം പോകുന്നതുകൊണ്ട് മാത്രമല്ല, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയൊരു ജോലി കിട്ടാൻ അതിനൊരുപാട് കാലതാമസം എടുക്കുകയാണ്. അന്നേരത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്ര നാളിനുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ അടുത്തൊരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പം അങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റാതാവുകയും അതുപോലെ ഇവിടെ നിന്ന് വേറെ രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ സ്പൗസസ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് ആളുകളോടും പിന്നെ ജോബ് സീക്കർ വിസയിൽ വന്ന കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ച അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. അവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവർ കൂട്ടൂല. ഇപ്പോൾ ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂട്ടുമെന്നാണ് പറയണേ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇവർ ഫോറിനേഴ്സായിട്ട് കാണുന്നത് ഈ ജർമ്മനി അല്ലാതെ യൂറോപ്യൻ കൺട്രീസിൽ തന്നെയുള്ള ആളുകളെയാണ്. അവരെയും അവർ ഫോറിനേഴ്സായിട്ടാണ് കാണുന്നത്. നമ്മുടെ ആൾക്കാരൊന്നും അവരത്ര ഒരു വാല്യൂ കൽപ്പിക്കുന്നില്ല. അപ്പം വേറൊരു രാജ്യത്തു നിന്നുള്ള ഒരാളും നമ്മുടെ ഒരാളും ചെന്ന് കഴിഞ്ഞപ്പം ആ ആൾക്കാണ് അവർ പ്രിഫറൻസ് കൊടുക്കാമെന്നാണ് ഇങ്ങനെ വന്നേക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവർക്കും ജോലി കിട്ടുന്നുണ്ട്, കിട്ടുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷെ അവർക്കെന്ന് വെച്ചാൽ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, നമുക്ക് അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് ഉണ്ട്, ലിമിറ്റഡ് കോൺട്രാക്റ്റ് ഉണ്ട്. ബെഫ്രിസ്റ്റഡ് എന്നും ബെഫ്രിസ്റ്റഡ് എന്നുമാണ് പറയണത്. ഇതിൽ മിക്കവർക്കും കിട്ടുന്നത് ബെഫ്രിസ്റ്റഡ് കോൺട്രാക്റ്റ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ്, ഈ വർഷം ഇത്ര മാസം വരെ എന്ന് വെച്ചാൽ 2025 മെയ് മാസം വരെ അങ്ങനെയുള്ളൂ. അപ്പോൾ ഇവർ കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കും നീട്ടി തരും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നീട്ടി കൊടുക്കൂല. ആ ഒരു കാലയളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പുറത്ത് പോരേണ്ടി വരുവാണ്. അത് ആണ് ഒരു ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, താമസ സൗകര്യം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി സിറ്റീസിൽ. ഇപ്പോൾ നമ്മളിങ്ങനെ എഞ്ചിനീയേഴ്സോ IT പ്രൊഫഷണൽസോ ഒക്കെ ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മേജർ സിറ്റീസിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വീട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ സിറ്റീസിലൊക്കെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് കേൾക്കണത്. എന്ന് വെച്ചാൽ നമ്മൾ ഫോറിനേഴ്സ് ആണല്ലോ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂറോപ്യനായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് വീടൊക്കെ കൊടുക്കാനാണ് ഇവിടുത്തെ വീടിൻ്റെ ഉടമസ്ഥർ കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരാൾ ചെല്ലുന്നു, വേറൊരു
ഇവിടുത്തെ അവരുടെ കളറുള്ള ഒരാൾ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഉറപ്പായിട്ടും അവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് റൂംസിൻ്റെയും അതുപോലെ ആ ഒരു എത്ര ഏരിയ വേണം എന്നുള്ളതിനൊക്കെ അവർ കൂട്ടി വരും. അപ്പം ആ ഒരു ഇത് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ 2 റൂമുള്ളത് 3 റൂമുള്ളത് അപ്പോൾ അങ്ങനെ വീട് കൂടുന്നതനുസരിച്ച് അതിനും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം സാലറിയും ഈ എക്സ്പെൻസും കൂടെ കൂട്ടിയിട്ട് അവർക്ക് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലാത്തത് കൊണ്ടും പലവരും ജർമ്മനിയെ വിട്ട് പോവാണ്. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുമ്പം ഹൈ ലിവിങ് എക്സ്പെൻസും അതുപോലെ കൂടുതൽ ടാക്സും ആണെന്നാണ് പറയണേ. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയാം. ഒരു 55,000 യൂറോ നമുക്ക് ബ്രൂട്ടോ ആയിട്ട് കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ബ്രൂട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് ഒന്നും പോകാത്ത മെയിൻ ആയിട്ടുള്ള സാലറി, അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്ന് 18,000 യൂറോസ് ആനുവലിയാണ് പറയണേ, 18,000 യൂറോസ് ടാക്സും സോഷ്യൽ കോൺട്രിബ്യൂഷൻസും ആയിട്ട് പോവാണ്. പിന്നെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇവർക്ക് ഒരു വർഷം കയ്യിൽ കിട്ടുന്നത് 32,000 യൂറോസ് ആണ് എന്ന് പറയുമ്പോൾ അത് ഒരു മാസം 2,600 യൂറോസ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് സിറ്റീസിലാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി റെൻറ്റ് മാത്രം 1,000 യൂറോയ്ക്കും 2,000 യൂറോയ്ക്കും ഇടയിലായിട്ട് വരുവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് ബാക്കി സേവിങ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറവല്ലേ. അപ്പം അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടും അങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും പോകുന്ന ആളുകൾ എന്ന് പറയണത് ഇവിടുത്തെ കരിയർ പ്രോഗ്രഷൻ ഭയങ്കര കുറവാണെന്നാണ് പറയണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ബാരിയറാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെയും ഇവരുടെയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു പ്രോഗ്രസ്, കരിയറിൽ ഒരു പ്രൊമോഷൻസും പ്രോഗ്രസ്സൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് പലവരും ഇവിടെ വിട്ടിട്ട് പോകുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്യൂറോക്രസിയാണ്. ഇവിടുത്തെ പേപ്പർ വർക്ക്, PR ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര വെയിറ്റിംഗ് ടൈമുകളും കുറേ പേപ്പർ വർക്കുകളും, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് തന്നെ എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടും ആളുകൾ പോവുകയാണ്. പിന്നെ പറയുന്നത് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈമാണ്. ഇപ്പം അതിപ്പം മെഡിക്കൽ ഉള്ള രീതിയിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇതാണെന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ വെയിറ്റിംഗ് ടൈമൊക്കെ കൂടുതലാണ്. അർജൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ്റെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോയാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആക്കുകയൊക്കെ ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മുട്ടിന് വേദന വന്നു എന്നിരിക്കാം, ഇപ്പോൾ നോർമൽ ഒരു മുട്ടിന് വേദന, നല്ല മുട്ടിന് വേദന ആയിരിക്കും. എന്നാലും ഇപ്പോൾ നമ്മളൊരു MRIക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സമയമെടുക്കും. അതുപോലെ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ വന്നു, ആ സ്കിൻ പ്രോബ്ലംസിന് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ 3-4 മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഈ ലൈഫ് ത്രെറ്റനിങ് അല്ലാത്ത സിറ്റുവേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം അത്ര ഒരു ഭീകരമല്ലാത്ത സിറ്റുവേഷൻസ്, അപ്പോൾ അത് അവർക്ക് നോക്കി അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ ഇഷ്ടപ്രകാരം ഒന്നും നടക്കില്ല. അതുപോലെ ഇപ്പോൾ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടുത്തെ ട്രെയിൻ സർവീസ് ഡോയ്ച്ചെ ബാൻ അതൊക്കെ ഭയങ്കര ലേറ്റാണ്. പിന്നെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ക്യാൻസൽ ആവുന്നു. ഇപ്പോൾ ഞാനൊക്കെ വന്ന സമയത്ത് 6 വർഷം മുന്നേ കറക്റ്റായിരുന്നു കേട്ടോ. ഇപ്പം നമ്മളൊക്കെ എങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയി നിൽക്കുന്ന സമയത്ത് ഇപ്പം 7:03 കറക്റ്റായിട്ട് വരുമായിരുന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം പക്കയാണ്. കാരണം ഞാൻ അത്ര സിറ്റിയിലല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ സിറ്റിയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെ കാണാൻ വേണ്ടി ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ട്രെയിനൊക്കെ ലേറ്റ് ആവുകയും ട്രെയിനൊക്കെ പെട്ടെന്ന് ക്യാൻസൽ ആവുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോഴാണ് സർപ്രൈസ് ആയിട്ട് ക്യാൻസൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരെയും ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഇവിടുത്തെ സോഷ്യൽ ഇൻ്റഗ്രേഷനും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ജർമ്മൻസ് പൊതുവേ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനി അടിക്കാനും ഇതിനൊക്കെ അവർക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പഠിക്കുന്നവർക്കൊന്നും അല്ല കേട്ടോ പറഞ്ഞു. ഇപ്പോൾ ജോലിക്കൊക്കെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി ഒന്നും കൂടുതലായിട്ടൊന്നും സംസാരിക്കാതെ അങ്ങനെ പോകുമായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് അടിച്ചു പൊളിച്ച് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ജർമ്മൻസ് ആയിട്ട് ആ ഒരു ഇതിന് ലിങ്ക് ആവാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളും ഡിജിറ്റലൈസ്ഡ് ഒന്നും അല്ല, എല്ലാം ഇപ്പോഴും പേപ്പർ ഫോമിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ചെന്നാലും പേപ്പർ വർക്കാണ്. ഇപ്പോൾ നമ്മൾ അൺട്രാഗ് എന്ന് പറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ പേപ്പർ, അതിപ്പോഴും പേപ്പറാണ്. നമ്മൾ ആ പേപ്പറിലാണ് എല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ച് വേണം കൊണ്ടുപോയി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ഇതാകുമ്പം ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഡിജിറ്റലൈസ്ഡ് ആയല്ലോ. അപ്പം അതൊക്കെ നമ്മളിപ്പോൾ ഞാൻ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആണെങ്കിലും അയ്യോ എന്ന് വിചാരിച്ചു. കാരണം എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക്, ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റൂലായിരുന്നു. നമ്മളെല്ലാം പേപ്പറിൽ എഴുതി അങ്ങനെ ഇതായിരുന്നു. എല്ലാം പേപ്പറിൽ ലെറ്റേഴ്സ് വരുന്നു അങ്ങനെ. അപ്പോൾ അതും കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്ന കുറേ ആളുകൾ. പറയാനൊരു കാര്യം ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഞാനൊക്കെ ആദ്യം ഇപ്പം നമ്മളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വാമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളല്ലേ. ആദ്യം വന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, സൂപ്പർ എക്സൈറ്റഡ് എന്നൊക്കെ പറയാം. കാരണം സ്നോ, വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആദ്യം തോന്നും. പക്ഷെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്ര രസമായിട്ട് തോന്നില്ല. ഇപ്പം തന്നെ ഇവിടെ ഇപ്പം വിൻ്റർ തുടങ്ങുന്ന ഒരു സമയമായി.
എല്ലാവർക്കും ചുമ, ജലദോഷം കാര്യങ്ങൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ പോലും ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പം എന്ത് നോക്കിയാലും ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പം മരങ്ങൾക്കൊന്നും ഇലകളൊന്നും ഇല്ല. അപ്പോൾ എല്ലാം തന്നെ ഒരു മറ്റേ ശോകമൂകമായ ഒരു അന്തരീക്ഷം എന്ന് പറയത്തില്ല, അതുപോലൊരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ ഇത്രയും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട്, ഇപ്പം വേറെ ഇപ്പോൾ കാനഡയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സുഖമാണ് ഇവിടെ. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇപ്പം എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും നമ്മളെക്കാളും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ, നമ്മളെക്കാളും സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ലേ ചിന്തിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ വെതർ ഇഷ്ടമല്ലാഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന ആളുകളും ഉണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ചൊക്കെ വന്നു കഴിയുമ്പം നമ്മുടെ പാർട്ട്നേഴ്സിന് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജർമ്മനിയിലുള്ള ആളുകൾ അവരവരുടെ സ്വന്തം തീരുമാനപ്രകാരമാണ് ജർമ്മനിക്ക് വന്നത്. പക്ഷെ നമ്മുടെ പാർട്ട്നേഴ്സ് ചിലപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം, അറിയില്ല. പക്ഷെ അങ്ങനെ ഇപ്പം കല്യാണം കഴിച്ച് വരുന്ന ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളൊക്കെ നല്ല അവരാദ്യമേ ജർമ്മൻ പഠിക്കണം, പിന്നെ അവർക്ക് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഇവിടെ ജോലി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടും പല ആളുകളും ഇവിടുന്ന് ഇപ്പം കിട്ടുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. എപ്പോൾ എവിടെ ചെന്നാലും ജോലി കിട്ടത്തില്ല. അപ്പം അങ്ങനെ കുറച്ചും കൂടെ സാധ്യതയുള്ള സ്ഥലത്ത് പോവുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പം അങ്ങനെ ഓർത്തിട്ട് പോകുന്ന ആളുകൾ പറയുന്നത് ഇവിടുത്തെ സ്കൂൾ സിസ്റ്റമാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനാണ് എല്ലാവരും പഠിക്കുന്നത്. അപ്പം ഇനി ഇംഗ്ലീഷ് വേണം, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിക്ക് പഠിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. നോർമൽ സ്കൂളുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം അവിടെ എല്ലാവരും ജർമ്മൻ ലാംഗ്വേജിലാണ് എല്ലാം പഠിപ്പിക്കുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ ജർമ്മൻ ലാംഗ്വേജിലാണ്. അതുകൊണ്ട് ഇവർക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പരിധിക്കുള്ളൊരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ അത് ഇഷ്ടമില്ലാഞ്ഞിട്ട് വേറെ രാജ്യത്തേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. പല ആൾക്കാരുമായിട്ട് സംസാരിച്ച ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തോന്നിയത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും റീസൺസ് ആരെങ്കിലും പോകാനിടയായത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.